ആൾക്കാരാണ്. മാവൂരിലെ ജനങ്ങളും തീർച്ചയായിട്ടും അത് ഒരുപാട് എണ്ണം വീക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു രാപ്പകൽ യാത്രയാണ്. നമ്മൾ സമീപകാലത്ത് കാണുന്ന കേരള യാത്രകളെല്ലാം നമ്മളുടെ പണം മുടക്കി നമ്മൾ തിരഞ്ഞെടുത്തവർ അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നടത്തുന്ന കേരള യാത്ര, ഒരു പൗരപ്രമുഖർക്ക് സ്വീകരണം, പൊതുചെലവിൽ ആഹാരം ഒക്കെ കഴിച്ച് നീങ്ങുന്ന ഒരു യാത്രയുടെ സ്ഥാനത്ത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രാപ്പകൽ യാത്ര, തെരുവിൽ അന്തി ഉറങ്ങി മുന്നോട്ട് നീങ്ങുന്ന ഒരു യാത്ര. ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നത് പോലെ അതൊരാക്ഷേപമാണെന്ന് ഞാൻ കരുതുന്നില്ല. പാട്ടപ്പിരിവുകാരുടെ യാത്ര, മാവൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കൂടുതൽ കഴിയും. പാട്ടപ്പിരിവിനോട് പുച്ഛം ഇന്ന് അധിക്ഷേപിക്കുന്ന നേതാക്കന്മാർക്ക്, അധിക്ഷേപിച്ച നേതാവിന് തന്നെ ഇവിടുത്തെ ബസ് തൊഴിലാളികൾ പാട്ടപ്പിരിവ് നടത്തി വീട് വെച്ചു കൊടുത്ത ഒരു കാലമുണ്ട് എന്നുള്ളത് ആര് മറന്നാലും നിങ്ങൾ മറക്കില്ല. അവരുടെ പഴുതാര വീശം അരച്ചപ്പോഴത്തേക്ക് അവർക്ക് പാട്ടപ്പിരിവിനോട് പുച്ഛമായി മാറി. ഇതാണ് സത്യത്തിൽ ഇന്നിപ്പോ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനാണ് ഈ യാത്ര നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും ഈ ഭരണാധികാരി അംഗീകരിക്കാൻ പോകുന്നില്ല. അത് അംഗീകരിക്കണമെങ്കിൽ മറ്റ് സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ശരിയാണെന്ന് വേണം കരുതാൻ. കാരണം ഇതൊരു ജനാധിപത്യ സമരമാർഗമാണ്. ഇത് നമുക്ക് ജനാധിപത്യ സ്വഭാവമുള്ള അധികാരികളുടെ മുന്നിൽ മാത്രമേ ഈ സമരമാർഗം ഒരു ആയുധമായി മാറുന്നുള്ളൂ. തികഞ്ഞ ധാർഷ്ട്യത്തോടുകൂടി എല്ലാ ജനാധിപത്യ സമരങ്ങളെയും ചോദ്യങ്ങളെയും അവഗണിക്കുന്നവരുടെ മുന്നിൽ ഇതൊരു പക്ഷേ ഒരു ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കും. പക്ഷേ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യാത്ര ഈ അധികാരിയുടെ കണ്ണ് തുറപ്പിക്കാനല്ല, അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം കണ്ണുള്ള ആർക്കും കാതുള്ള ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ന്യായമായ, ഏറ്റവും അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഒരു ദിവസം 233 രൂപയ്ക്ക് ഇവിടെ അഷ്ടിക്ക് വകയില്ല എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു വിഭാഗം നടത്തുന്ന ഒരു സമരം 90 ദിവസം അവരുടെ ഓഫീസിന്റെ പടിക്കൽ രാവും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടും കണ്ണ് തുറക്കാത്തവർ, കാത് തുറക്കാത്തവർ ഇനി ഇത് മാറി ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കാനുള്ള അന്തിമ അവകാശം ജനങ്ങൾക്കാണ്. അത് ജനങ്ങൾ മറന്നുപോയാൽ അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ യാത്ര. ഇത് 2021-ലല്ല, 2025-ലാണ്. 2026-ൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വരുന്ന നമ്മളുടെ പ്രതിനിധികളാകാൻ വരുന്നവരോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെയും ഭരണാധികാരികളാക്കിയിട്ടില്ല. നമ്മൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. നിയമം വഴി സ്ഥാപിതമായ ഒരു രാജ്യത്ത് അതിന്റെ ഭരണനിർവഹണം, അതിന്റെ നടത്തിപ്പ് മാത്രമാണ് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇവരുടെ വീട്ടിൽ നിന്നുള്ള തുക പോലെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇവിടെ ജനാധിപത്യം നിലനിൽക്കൂ. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് സത്യത്തിൽ ഈ രാപ്പകൽ യാത്ര നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് അവതരിപ്പിക്കുക. ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ശക്തമായ രീതിയിൽ ഇവിടെ ഗാനങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രദേശത്ത് വരുന്നു, നിങ്ങൾ സ്വീകരണം നൽകുന്നു, അവരെ ഇന്നിവിടെ അന്തി ഉറങ്ങി അവരടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കേരളമെമ്പാടും സഞ്ചരിച്ച് അവർ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. നമ്മൾ പൊതു ആരോഗ്യ രംഗത്ത് കേരള മോഡൽ വികസനം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ അവാർഡുകളും വാരിക്കൂട്ടുകയാണ്. എന്ത് പറഞ്ഞാലും പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിനാണ്.
പൊതു ആരോഗ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിനാണ്. എങ്ങനെയാണ് ഈ 1ാം സ്ഥാനം നമുക്ക് ലഭിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പൊതു ആരോഗ്യത്തിലും എല്ലാം ലഭിക്കുന്നത് ഈ ഫീൽഡ് വർക്കേഴ്സിനെ കൊണ്ടാണ്. നമുക്ക് കുറെ പേരുണ്ട്, പ്രളയം വരുന്ന സൈന്യം മത്സ്യത്തൊഴിലാളികളാണ്, തോർത്തിട്ട് കൊടുക്കും, മറ്റൊന്നും നൽകത്തില്ല. പിന്നീട് ഒരു ആവശ്യം വന്നാൽ ആ ആവശ്യം നമ്മൾ കേൾക്കത്തില്ല. അതുപോലെ തന്നെ മാലാഖമാർ മറ്റൊരു പദമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലിനി അവാർഡ് കൊടുത്തു. നമുക്കെല്ലാം അറിയാം ലിനിയെ. ഇപ്പോഴും വീണ്ടും നിപ്പയുടെ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ നിപ്പയെ ചെറുത്തവർ എന്ന് സ്വയം പത്രസമ്മേളനത്തിലൂടെ അങ്ങ് അഹങ്കരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ചെറുത്തൻ ഇപ്പൊ വീണ്ടും വരുന്നത് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ഇത് പോകുന്നത് അറിഞ്ഞുകൂടാ. ഈ ലിനി എന്ന് പറയുന്ന നഴ്സ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പൊതുസമൂഹം സത്യത്തില് ആലോചിക്കുന്നില്ല. അന്ന് ഇവിടെ നിപ്പ ബാധിതരായ 20 പേരിൽ 18 പേരും ആശുപത്രിയിൽ വെച്ചാണ് നിപ്പ ബാധിതരായത്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നല്ല ഇന്റർനെറ്റിന്റെ യുഗത്തിൽ നിങ്ങൾ എടുത്തിപ്പോ പരതിയാൽ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന 14 ഡോക്ടർമാർ ഇറക്കിയിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ച് നമുക്ക് കാണാം. ഗ്ലൗസ് ഇല്ല, മാസ്ക് ഇല്ല. അങ്ങനെയാണ് ലിനി ആ നിപ്പ ബാധിച്ച ആളെ പരിഹരിക്കുകയും മരണപ്പെടുകയും ചെയ്തത്. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായി അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഈ മാലാഖമാരെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് ഇത് ലോകത്ത് ആദ്യമായിട്ട് നിപ്പ വരുന്നത് ഇവിടെയല്ല, കേരളത്തിലല്ല. ഇതിനു മുമ്പ് വന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ഇത് പരിചരിച്ചതെന്നും എന്താണ് പ്രോട്ടോകോൾ എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. അപ്പൊ VP ഷംസീറിന്റെ അവിടെ നിന്ന് കിറ്റ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. VP ഷംസീർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ അന്വേഷിച്ചാൽ മതി. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ പറയാൻ വന്നത് ഏറ്റവും അടിസ്ഥാനപരമായി ഈ പ്രവൃത്തി ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാന തൊഴിലാളി വർഗത്തോട്, ആ വിഭാഗത്തോട് ഉള്ള ഒരു അവജ്ഞ, അതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ വർദ്ധിപ്പിക്കാനും വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കാനും മാത്രമുള്ള സമരമല്ല. അതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യമെങ്കിലും ഇത് മനുഷ്യരായി കാണണം എന്നാവശ്യപ്പെടുന്ന സമരമാണ്. അതുകൊണ്ട് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായമല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അവർ പറയട്ടെ. ധൈര്യമുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വേതനം വർദ്ധിപ്പിക്കാതെ ഇലക്ഷനെ നേരിടാൻ ഈ സർക്കാർ തയ്യാറാകട്ടെ. ഇത് വെറും പിടിവാശിക്ക് വേണ്ടി ഈ സമരം ഇങ്ങനെ ദീർഘിപ്പിച്ച് സമരത്തിന്റെ മുന്നിൽ തോറ്റാൽ എന്തോ പ്രശ്നമാണ് എന്ന് സമരത്തെ കുറിച്ച് അഭിമാനിച്ചിരുന്നവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെറും അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെട്ട സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ഈ ആശാ വർക്കർമാർ അവർ ചെയ്യുന്ന സേവനത്തെ ഇവര് കുറ്റപ്പെടുത്തുന്നില്ല. ശൈലജ ടീച്ചർ ഇറങ്ങുമ്പോൾ പറഞ്ഞ് എന്റെ ആശമാർ, വീണ ജോർജ് പറയുന്നത് എന്റെ ആശമാർ, കൂലി കൂട്ടി ചോദിച്ചപ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ആശമാർ. അവിടെ വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ഈ ആശമാർ കേന്ദ്ര സർക്കാരിന്റെ ആയത്? അതുവരെ ഇത് എന്റെ ആശമാരായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രവർത്തികൾ മുഴുവൻ ചെയ്യുന്നത് കേരള സർക്കാർ. ഇപ്പോൾ നേരത്തെ ഇവിടെ പലരും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. ഇത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ്. കേന്ദ്ര സർക്കാരിന് ഒരു സ്കീമുണ്ട്, അത് 2005 വന്നത്. പക്ഷെ കേരളത്തിൽ 2007 വരെ ഇത് നടപ്പിലായില്ല. എന്തുകൊണ്ട്? കേരള സർക്കാർ ആശമാരെ നിയമിച്ചില്ല. നിയമിക്കുന്നത് കേരള സർക്കാർ. പൊതു ആരോഗ്യം ഒരു സംസ്ഥാന വിഷയമാണ്. ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 25 നടത്തിയ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്. പൊതു ആരോഗ്യം സംസ്ഥാന വിഷയമാണ്. ആശമാർക്ക് മിനിമം വേജ് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ജോലിയാണ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞവർ പറയുകയാണ് അതിന്റെ മുതലാളി വേറെയാണ്, അവിടെ പോയി ചോദിച്ചോ എന്ന് പറയാണ്. തെണ്ടാൻ പരിപാടി പറഞ്ഞു കൊടുക്കുകയാണ് സർക്കാർ. എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പൈസ ഇല്ല. അതാണ് ഇപ്പൊ അവസാനത്തെ ആർഗ്യുമെന്റ്. പൈസ ഇല്ല, പിന്നെ എന്ത് ചെയ്യും? മനസ്സാണ്, പക്ഷെ പണമില്ല, പിന്നെ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു മാമാങ്കം കോഴിക്കോട് ജില്ലയിൽ തന്നെ 4ാം വാർഷികം ആഘോഷിക്കുക. എന്തിന്റെ 4ാം വാർഷികം? പറയുന്നതെല്ലാം ശരിയാക്കിയതിന്റെ 4ാം വാർഷികം എന്നാണ്. എന്താണ് ശരിയാക്കിയത്? പറഞ്ഞാൽ നടപ്പിലാക്കും, നടപ്പിലാക്കുന്നതേ പറയൂ. ഇതാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ദിവസക്കൂലിക്കാർക്കെല്ലാം മിനിമം ഒരു ദിവസം 700 രൂപ കൂലിയാക്കും എന്ന് എഴുതി ജനങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്താ നടപ്പിലാക്കാൻ കഴിയാത്തത്? 5 വർഷ കാലയളവിൽ 4 വർഷം കഴിഞ്ഞു, അത് ആഘോഷിക്കുക. ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ പരസ്യ ഹോർഡിംഗ് വെക്കാൻ 15 കോടി രൂപ
ഒരു വർഷം 15 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് 478 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാം. 26,125 ആശമാർക്ക് 478 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാം. ഈ പരസ്യ ഹോർഡിംഗ് വേണ്ടെന്ന് മാത്രം വെച്ചാൽ മതി. അപ്പൊ ഈ ദൂരത്ത് അത് ഹോർഡിംഗ് മാത്രമല്ല, ഈ മാമാങ്കത്തിന്റെ ചെലവെന്ന് നമുക്കറിയാം. പൊതു പണമെടുത്ത് ധാരാളിത്തം കാണിക്കുക, തൊഴിലാളിക്ക് കൊടുക്കാനുള്ള ജീവിക്കാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ ഇല്ല എന്ന് പറയുക. ഈ ഉൾപ്പില്ലായ്മയാണ് ഇപ്പോൾ ഭരണം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആഘോഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇവിടെ നേരത്തെ സരിന്റെ നിയമനത്തെ കുറിച്ച് പറഞ്ഞു, നമ്മൾ PSC മെമ്പർമാരുടെ ശമ്പള വർധനവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്താണ്, റിട്ടയർ ചെയ്ത് 70 വയസ്സായ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങിപ്പോകുമ്പോ അദ്ദേഹം ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി, അതിന്റെ പേരാണ് KDIS, വിജ്ഞാൻ കേരള എന്നും പറയും. എന്നിട്ട് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവരോധിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവ് ഒപ്പിടുകയാണ്. KM എബ്രഹാമിനെ നിയമിച്ചുകൊണ്ടുള്ള ഒപ്പ് KM എബ്രഹാം തന്നെ ഇടുക. ഈ സൊസൈറ്റിയുടെ ബൈലോയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ പറയുന്നതല്ല, അമിക്കസ് ക്യൂറി കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു സാങ്കല്പിക ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഗവർണർ വിഭജിച്ച ഡിപ്പാർട്ട്മെന്റുകളുടെ കൂട്ടത്തിൽ ഇല്ല. ഒരു സാങ്കല്പിക ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം സ്വയം സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കുന്നു. എന്നിട്ട് ആ പ്രിൻസിപ്പൽ സെക്രട്ടറി തോമസ് ഐസക്കിനെ ഉപദേഷ്ടാവായി നിയമിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു മാസം അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഇന്ധനം അടിക്കാൻ 70,000 രൂപ, അതായത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഇന്ധനം അടിക്കാൻ 2,333 രൂപ. ആശാവർക്കർക്ക് ജീവിക്കാൻ 233 രൂപ. ഇതാണ് ഇടതുപക്ഷ കേരളം. ഇതിനെയാണ് ഇവർ ഇടതുപക്ഷ കേരളം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അതേ വകുപ്പിലാണ് ഈ സരിനെ ഇപ്പോൾ 80,000 രൂപ ശമ്പളത്തിൽ കൊണ്ടുവന്ന് നിയമിച്ചിരിക്കുന്നത്. ഇത് കൊള്ളയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഈ ചോദ്യം ചോദിക്കേണ്ടത് മാവൂരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കേണ്ടത് ഈ ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മൾ നാളിതുവരെ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും, ഇത് കേരളമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്ന എല്ലാ നേട്ടങ്ങളും അടിയറ വെക്കേണ്ടി വരും. നമ്മളുടെ മുന്നിൽ നിന്ന് നമ്മുടെ ഇടതുപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാമെന്ന് വാക്കു തന്നവർ നമ്മളെ വഞ്ചിക്കുക. ആ വഞ്ചനയുടെ ആഘോഷമാണ് അവിടെ കോഴിക്കോട് മൈതാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കേണ്ടവർ ചോദിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും. ഇത് നമ്മൾ ഓർമ്മിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1ാം റാങ്ക് കൊടുത്തിരിക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്. എന്താണ്? സമരങ്ങളില്ലാത്ത ഒരു നാട്. മുതലാളിമാർ വന്ന് മുതൽ മുടക്കിയാൽ ഒരു തട്ടും തടവുമില്ലാതെ പ്രകൃതിയെയും മനുഷ്യനെയും തൊഴിലാളിയെയും ഒരു സമൂഹത്തെയും ഒന്നടങ്കം ചൂഷണം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സമരരഹിതമായ സമൂഹമാണ് ഈസ് ഓഫ് ഡൂയിങ്ങിന് പറ്റിയ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത്. അതിന് 1ാം റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അപ്പൊ പിന്നെ അവിടെ സമരം അനുവദിക്കുമോ? സമരങ്ങളിലൂടെ ഡിമാൻഡ് നേടിയെടുക്കാൻ അനുവദിക്കുമോ? ഇവിടുത്തെ സംഘടിത മേഖലയിൽ അടക്കമുള്ള ജീവനക്കാരുടെ അവസ്ഥ നോക്കൂ. KSRTC-കാരന്റെ അവസ്ഥ എന്താണ്? CIT ആണ് ഇന്നും അവിടുത്തെ ശക്തമായ സംഘടന. സമരമുണ്ടോ? സമരമില്ല. കോടതിയുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി കേടുകൊണ്ടിരിക്കുന്നു. പെൻഷൻകാർക്ക്, KSRTC പെൻഷൻകാർക്ക് പെൻഷനുണ്ടോ? മാസങ്ങളോളം സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. 70,000 കോടി രൂപയാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞ 9 വർഷമായി അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. NGO യൂണിയനാണ് ഇപ്പോഴും ശക്തമായ സംഘടന, സർവീസ് സംഘടന. സമരമുണ്ടോ? 19 ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്നും 19 ദിവസം കുറെ പെൺകുട്ടികൾ, CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പെൺകുട്ടികൾ അവർ വന്ന് സ്വയം പീഡ നടത്തി, ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സഹന സമരം നടത്തി. ഞങ്ങൾ അവിടെ നിരാഹാരം 43 ദിവസം കിടന്നു. ഞാൻ 7 ദിവസം കിടന്നയാളാണ്. ഞങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ 19 ദിവസമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവർ വെള്ളം കുടിക്കാതെ കിടന്ന് പല ആളുകളെ കിഡ്നിയെ ബാധിച്ചു. അവർ അവരുടെ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചു, ശൈലപ്രദക്ഷിണം നടത്തി, മുട്ടിലിഴഞ്ഞു. അവസാനം സ്വന്തം ബോഡി, ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിയെടുത്ത്
അതിലൂടെ മുദ്രാവാക്യം എഴുതി വെച്ച് ഈ സർക്കാരിനെതിരെ അവസാനം ഈസ്റ്റർ ദിനത്തിൽ കരഞ്ഞ് നിലവിളിച്ച് ആ കുഞ്ഞുങ്ങൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകുമ്പോൾ നമ്മൾ കേൾക്കുകയാണ് AKG സെന്ററിൽ ചെന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്രേ, നിങ്ങളിൽ ഒരാൾ ആത്മഹത്യ ചെയ്താലും തീ കൊളുത്തി മരിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ചോരച്ചാലുകൾ നീന്തിക്കടന്നു വന്ന ഒരു യുവജന പ്രസ്ഥാനത്തെയും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ അക്ഷരം പറയുവാൻ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോ മേഖലയും എടുത്തു നോക്കൂ. 17 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ പണമടച്ചതിന് പൈസ കിട്ടിയിട്ട് 1600 രൂപ പെൻഷൻ കിട്ടിയിട്ട് 17 മാസമാകുന്നു. ക്ഷേമ പെൻഷനുകൾ മുഴുവൻ മുടങ്ങിക്കിടക്കുന്നു. അപ്പോ ഈ കേരളം ഇന്ന് എങ്ങനെയാണ് സമരരഹിതമാക്കിക്കൊണ്ട് ഈസ് ഓഫ് ഡൂയിങ്ങിന് പറ്റിയ ഒരു സംസ്ഥാനമാക്കി മാറ്റി അദാനിയെ അംബാനിയെ പാർട്ട്ണറാക്കി വെച്ച് യൂസഫ് അലി കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റുന്ന ഒരു ചരിത്രപരമായ ദൗത്യമാണ് തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങളിലൂടെ ഈ ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാകാതെ പോകുന്നത്. 31ാമത്തെ ദിവസം പിണറായി വിജയൻ 31ാമത്തെ ദിവസമാണ് ഈ സമരത്തെ കുറിച്ച് സംസാരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ സമരങ്ങളിലൂടെ എല്ലാം നേടിയെടുക്കാമെന്നൊരു കീഴ്വഴക്കം ഇനി വേണ്ട. അതാണ് ശരിയായിട്ടുള്ള നമ്മൾ വിലയിരുത്തേണ്ടുന്ന അതാണ്. ഇവർ തൊഴിലാളി വിരുദ്ധരാണ്, സമരവിരുദ്ധരാണ്. അതുകൊണ്ടാണ് സമരങ്ങളിലൂടെ ഡിമാൻഡ് നേടിയെടുക്കുക എന്ന ഒരു പ്രക്രിയ ഇനി കേരളത്തിൽ വേണ്ട, അത്തരം ഒരു രീതി വേണ്ട എന്നവർ തീരുമാനിക്കുന്നത്. നമ്മൾ സമരം വിജയിപ്പിച്ചാൽ, ആ ഡിമാൻഡ് നേടിയെടുത്താൽ സ്കീം വർക്കിൽപ്പെട്ട അംഗൻവാടി തൊഴിലാളികൾ 40-45 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ സമരം നടത്തുമ്പോൾ തൊഴിലാളികളായി അംഗീകരിച്ചിട്ട് ശമ്പളം കൂട്ടിത്തരാമെന്ന് പറയുന്നവർ ഇവരുടെ യൂണിയൻ ഇവിടെ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ 40 വർഷത്തിലധികമായി അംഗൻവാടി തൊഴിലാളികൾ ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാചക തൊഴിലാളികൾ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ തൊഴിൽ വിഭാഗങ്ങൾ ഈ സമരത്തിന്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു പക്വമായ ഒരു സാഹചര്യമാണ് ഈ കേരളത്തിൽ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആശാവർക്കർമാർ തുടങ്ങിവെച്ച ഈ സമരത്തെ വളരെ പ്രതീക്ഷയോടുകൂടി ആവേശത്തോടുകൂടി ഈ പൊതുസമൂഹം കാണുവാനും കേൾക്കുവാനും തയ്യാറായത്. ഇത്രയും വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് തരാൻ തയ്യാറായത് കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടത് പോരാട്ടങ്ങളിലൂടെയാണ്. അത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വള്ളിക്കറുപ്പനും സഹോദരയ്യപ്പനും അടക്കമുള്ള നവോത്ഥാന നായകന്മാർ നടത്തിയ നവോത്ഥാന മുന്നേറ്റത്തിലൂടെ ഇവിടെ വളർന്നു വരുന്ന തൊഴിലാളി സമരങ്ങളിലൂടെ, അത് ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി സമരങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിൽ ആദ്യമായ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയത് വാടപ്പുറം ബാവ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ കയർ തൊഴിലാളിയായിരുന്നു. ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കി അതിൽ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിയിരുന്ന വാടപ്പുറം ബാവയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. ചന്ദ്ര എടുത്തേക്കാണ്